ഹായ് ഗായ്സ്, സിയോൺ ടെക് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് എത്തിയതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി എന്ന സ്ഥലത്ത് ഒരു തേൻതോട്ടമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്, തേൻ ഒഴുകുന്ന തേൻതോട്ടത്തിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാസ്ക് ഇടാൻ എത്ര കേൾക്കാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ മാസ്ക് ഊരിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുരുമുളകൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടിയാണ് നടന്നു കഴിഞ്ഞാൽ എത്തും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ തേങ്കാട്ടിട്ടുള്ള യാത്രയിലാണ്. ശരിക്കും കാട് പോലെ തന്നെയാണ് കാണുമ്പോൾ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫുള്ളും മരങ്ങളൊക്കെ ആയിട്ട് ശരിക്കും കാട് പോലെയാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് സ്റ്റാൻഡൊക്കെ കാഴ്ചകൾ കാണാം. ഇനി നമുക്ക് നമ്മുടെ സാറിനെ പരിചയപ്പെടാം. സാറിൻ്റെ പേര് ബിജു എന്നാണ്. അപ്പോൾ നമുക്ക് സാറിന് തന്നെ ഫുള്ളായിട്ട് ചോദിക്കാം സാറിൻ്റെ പേര് എന്തൊക്കെയാണെന്ന്. സാർ തന്നെ എല്ലാതും പറഞ്ഞോളൂ. എൻ്റെ പേര് ബിജു. ഒരു പാവർട്ടി വീട്. ഞാനിപ്പോൾ ഒരു 7 വർഷത്തോളമായിട്ട് തേനീച്ച കൃഷിയിൽ ഫുള്ളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ മെഡിക്കൽ ഫീൽഡായിരുന്നു. പിന്നെ എനിക്ക് ചില ഈ ഡിസ്ക് സംബന്ധമായ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ തേനീച്ച കൃഷിയിലേക്ക് വന്നു. ഇപ്പം മുഴുവൻ സമയം തേനീച്ചയുടെ ക്ലാസ് എടുക്കുക, തേനീച്ചയുടെ കൂട് വിതരണം ചെയ്യുക, പിന്നെ ഫാൻ വിതരണം ചെയ്യുക. പിന്നെ ഞങ്ങളൊരു ബാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് ബ്രാൻഡ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഹണി വാക്സിൻ എടുക്കുന്ന ഒരു ബാമാണ്. പിന്നെ നമ്മുടെ തേൻ്റെ പേര് ഐറിൻസ് ഹണി എന്നാണ്. എൻ്റെ മകളുടെ പേരിലാണ് ഞാൻ ആ തേൻ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ ചെയ്തു പോകുന്നു. എനിക്കിപ്പോൾ 100-ന് മേലെ കൂടുകളുണ്ട്. ഞാൻ സാധാരണ ഒരു 100 കൂട് വരെയാണ് മെയിൻറ്റെയിൻ ചെയ്യാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ന് മേലെ കൂട് വരുമ്പോൾ പിന്നെ നമ്മൾ വേറെ പണിക്കാരെയൊക്കെ വെക്കേണ്ട ആവശ്യകത വരും. ഇതാകുമ്പോൾ നമുക്ക് തന്നെ വീട്ടുകാർക്ക് കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. 100 കൂടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്കാട് കാണാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ തേങ്കാട്ടിലേക്ക് പോയാലോ. നമുക്ക് എന്തായാലും ഒരു കൂട് തുറന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സാറിനോട് തന്നെ കൂട് തുറക്കാം. തേനീച്ചയുടെ പണി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഭയങ്കര സ്ലോ മോഷനിലായിരിക്കണം. നമ്മൾ കയ്യിൽ വേഗത കൂടരുത്. എന്നുവെച്ചാൽ തേനീച്ചയ്ക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മൾ അവരെ കൈകാര്യം ചെയ്യണം. അവർ ഓടി വന്ന് നമ്മൾ കുത്തൊന്നുമില്ല. പക്ഷേ അവർക്ക് എന്തെങ്കിലും വേദന ഉണ്ടാവുക, നമ്മളറിയാതെ തട്ടുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അവർ നമ്മൾ കുത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളവർ മേല് വന്നിരിക്കും, പക്ഷെ നമ്മൾ ഒന്നും ചെയ്യില്ല അവർ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല അടിപൊളിയായിട്ട് തേനീച്ചകളെ. തേനീച്ചനെ നമ്മൾ സാധാരണ പതുക്കെ കൂട് തുറന്നു കഴിഞ്ഞാൽ തേനീച്ചകളൊക്കെ ഇങ്ങനെ മുകളിലിരിക്കുന്നത്. പതുക്കെ ഒന്ന് ഊതി കൊടുക്കുക. പതുക്കെ ഊതി കൊടുക്കുമ്പോൾ അവർ മുഴുവൻ താഴത്തേക്ക് ഇറങ്ങും. അങ്ങനെ വളരെ സ്ലോലിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഓടി വന്ന് പെട്ടെന്ന് കുത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർക്ക് എന്തെങ്കിലും വേദനയ്ക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളപ്പോൾ കുത്തും. ഒരു ഈച്ച കുത്തിക്കഴിഞ്ഞാൽ ആ ഈച്ചയുടെ കുത്തിൽ നിന്നൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ആ സ്മെല്ല് മറ്റേ ഈച്ചകൾ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂട്ട് പിന്നെ അവിടെ ഒന്ന് കുത്തും. അപ്പോൾ നമ്മൾ ഒരു കുത്ത് കിട്ടി കഴിഞ്ഞാൽ പതുക്കെ നമ്മളിത് വെച്ച് നീങ്ങി നിന്നിട്ട് ആ കൊമ്പ് പതുക്കെ എടുത്ത് കളയുക. അതിൻ്റെ സ്മെല്ല് പോകാനായിട്ട് ഒരു ഇല വെറുതെ ചതച്ചിട്ട് ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് അറിയില്ല നമ്മൾക്ക് കുത്ത് കിട്ടിയിരുന്നു. ഇത് നമ്മൾ അവരുടെ ഓഫ് സീസണിൽ അവർക്ക് പഞ്ചസാര ലൈന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലും ചിരട്ടയൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൂട് ഇതിൽ ഒരു കൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഫ്രെയിമിൽ ഈച്ച വേണം. ഇപ്പോൾ 5 ഫ്രെയിം വരെ ആയിട്ടുള്ളൂ. 6 ഫ്രെയിം നിറഞ്ഞു നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഡിസംബർ ആകുമ്പോൾ മാവിൻ്റെ തേനും ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ ഒക്ടോബർ അവസാനം വരെ നമ്മൾ ഇതിന് ലൈൻ കൊടുക്കും, പഞ്ചസാര ലൈൻ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫീഡ് കൊടുക്കില്ല. അപ്പോഴത്തേനും പ്രകൃതിയിലുള്ള തേനൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അവർ പിന്നെ തേൻ നിറയ്ക്കാൻ തുടങ്ങും. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മൾ പഞ്ചസാര ഫീഡ് ലൈന് കൊടുക്കുക എന്നൊക്കെയാണ്. പ്രകൃതിയിൽ തേൻ വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ഈ പഞ്ചസാര ലൈന് അവർ കളക്ട് ചെയ്യില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ തേൻ്റെയും പഞ്ചസാര ലൈനിൻ്റെയും ഡെൻസിറ്റി വ്യത്യാസമുള്ള കാരണം അവർ സെയിം അറയിൽ ഈ രണ്ടും കൂടി കളക്ട് ചെയ്യില്ല.
ഇവർ നിലവിലുള്ള പഞ്ചസാര ലായനി മുഴുവൻ കുടിച്ച് തീർത്ത അറ മുഴുവൻ പോളിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഒറിജിനൽ തേൻ അതിൽ സ്റ്റോക്ക് ചെയ്യുള്ളൂ. ആ സമയത്ത് നമ്മൾ നാച്ചുറൽ അല്ലാത്ത ഫീഡ് കൊടുത്താൽ അവരത് എടുക്കില്ല. അത് ഇവരൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൂന്തേനാണ് പുറത്ത് പോയിട്ട് കളക്ട് ചെയ്യുന്നത്. മറ്റുള്ള പൂവിൻ്റെയൊക്കെ തേൻ പോയി കളക്ട് ചെയ്യുന്നു. അതിൽ സുക്രോസ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് കൂടുതലാണ്. അത് ഇവരുടെ വായിൽ ചെന്ന് ഇവരെ എൻസൈം വായിൽ ആ എൻസൈം കൊണ്ട് ദഹിപ്പിച്ച് അവർക്ക് തേനുദരം എന്ന് പറഞ്ഞിട്ട് ഒരു വയറ് തേനിന് വേണ്ടി മാത്രമുള്ളതുണ്ട്. അതിൽ പോയി അത് ദഹിച്ച് അത് വീണ്ടും എന്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ഈച്ചകൾക്ക് അത് തികട്ടിയിട്ട് കൊടുക്കും. അങ്ങനെ അവരുടെ വയറ്റിലും ഇതേപോലെ പോകുന്നു, ദഹനം നടക്കുന്നു. അങ്ങനെ ലാസ്റ്റാണ് അതിലെ എല്ലാ മിനറലുകളും ഒക്കെ ആയി വരുമ്പോൾ മാത്രമാണ് അവർ തേനായിട്ട് അവർ അറകളിൽ സ്റ്റോർ ചെയ്യുള്ളൂ. അതാണ് നമ്മൾ തേനായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതിന് മുമ്പ് ചെടികളിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ പൂന്തേൻ എന്നാണ് പറയുക. അപ്പോൾ ഈ തേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സുക്രോസ് കണ്ടൻറ്റ് ഏറ്റവും കുറവായിരിക്കും. നമ്മുടെ പഞ്ചസാര എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുക്രോസ് 100%. നമ്മുടെ പഞ്ചസാര ചാക്കുമ്പോൾ നോക്കിയാലേ അറിയാം അത് 100% സുക്രോസ് നൽകും. പക്ഷേ തേനിൽ സുക്രോസ് ലെവൽ 5%-ലേറ്റവും താഴെയുള്ളൂ. അത് സുക്രോസിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പദാർത്ഥമാണ് സുക്രോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര കഴിക്കുമ്പോൾ എന്താണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൈറ്റ് പോയ്സൺ എന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞുള്ളത്. അത് ശരീരത്തിന് ദഹിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ മധുരമുണ്ട്, പക്ഷേ അതിൽ കാൽസ്യം കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഞ്ചസാരയൊക്കെ കഴിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ഫോസ്ഫറസ് റേഷ്യോ നമ്മളെ തെറ്റും. ആ കാൽസ്യം ഫോസ്ഫറസ് റേഷ്യോ തെറ്റുമ്പോൾ എന്താണെന്ന് നമുക്ക് പലവിധ അസുഖങ്ങൾ വരും. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ശക്തി ക്ഷയിക്കും. അതുകൊണ്ടാണ് ഈ പഞ്ചസാരയ്ക്കൊക്കെ പകരം നമ്മൾ തേൻ കഴിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമെന്ന് പറയുന്നത്. ഇനി ഞാനൊരു കൂട് എടുത്ത് നമുക്കൊരു കൂട് എടുക്കാം. പൊതുവെ ഒരു തേൻ ഈ അറയുടെ ഇതിനെ അട എന്ന് പറയും. ഇതിൻ്റെ മുകൾ സൈഡിൽ തേൻ സ്റ്റോർ ചെയ്യും. അതുപോലെ അതിൻ്റെ താഴത്തായിട്ട് പൂമ്പൊടി സ്റ്റോർ ചെയ്യും. അത് ഈ കളറിൽ കാണാം, മഞ്ഞ കളറിൽ കാണാം. താഴെയുള്ള ഭാഗത്തൊക്കെ അവരുടെ മുട്ടയിടും. അത് പുഴുവാവും. 3 ഘട്ടമാണ്. ഇവരുടെ ആദ്യം മുട്ടയിടും. ആ മുട്ട 3 ദിവസം നിലനിൽക്കും. അത് കഴിഞ്ഞ് അത് പുഴുവാവും. ഒരു 10-12 ദിവസമാകുമ്പോൾ അത് സമാധിയാവും. സമാധി ആയി കഴിഞ്ഞാൽ ഒരു 10-12 ദിവസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിരിഞ്ഞ് പുറത്തിറങ്ങും. അങ്ങനെയാണ് ഇവരുടെ രീതി. പിന്നെ ഒരു തേനീച്ചക്കൂട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വിഭാഗം ആൾക്കാരാണ് തേനീച്ചക്കൂട്ടിൽ. പ്രശ്നമില്ല, മുഖത്ത് വന്നാലും ഒന്നും ചെയ്യണ്ട. 3 വിഭാഗം ആൾക്കാരാണ് തേനീച്ചക്കൂട്ടിലുണ്ടാവുക: റാണി, ആണീച്ച, വേലക്കാരി ഈച്ച. ഈ ഈച്ചകളൊക്കെ വേലക്കാരി ഈച്ചകളാണ്. വേലക്കാരി ഈച്ചകളാണ് തേനീച്ചക്കൂട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ഇവരാണ് നമ്മളെ കുത്തുക. ഇവർക്ക് പല ഡ്യൂട്ടികളാണ്. ജനിച്ച അന്ന് മുതലേ ഇവർക്ക് ഡ്യൂട്ടികളാണ്. ഇത്രയും പ്ലാൻഡായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ജീവികൾ വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡിൽ ഒറ്റ കാര്യമുള്ളൂ: കൂടിൻ്റെ ഗ്രോത്ത്. ഈ കൂടിൻ്റെ ഗ്രോത്ത് ആര് തടസ്സം സൃഷ്ടിക്കണോ ഇവരെ കുത്തി ഒതുക്കും. അപ്പോൾ കൂടിൻ്റെ ഗ്രോത്തിന് ഒരു കുഴപ്പവും വരുത്താതിരിക്കാൻ വേണ്ടി ഇവർ ഡ്യൂട്ടികളൊക്കെ വിഭജിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ചെറുതായിട്ട് നമ്മുടെ തേനീച്ചയുടെ മൂളിച്ച് കേൾക്കാൻ കഴിയും. നിങ്ങൾക്ക് കേൾക്കാണ്ടെന്നറിയില്ല, ഞങ്ങൾക്കൊക്കെ നന്നായി കേൾക്കാനുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ഉണ്ട്. ഇതിൽ കുറേ ഉള്ളൊരു കൂട്ടത്തിൻ്റെ തേനീച്ചകളാണ്. നേരത്തെ കണ്ടത് ചെറുതാണ്, ഇത് കുറേ ഉള്ളതാണ് കേട്ടോ. ഇതിനെ അധികമായിട്ട് ഉപദ്രവിക്കാനൊന്നും പാടില്ല. ഇതിനെ യഥാർത്ഥത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ തേനീച്ചനെ വേദനിപ്പിച്ചാൽ മാത്രമേ തേനീച്ച കുത്തുള്ളൂ. പക്ഷേ നമ്മുടെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ആൾക്കാർ പൊതുവെ തേനീച്ചേനെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊന്നും ആരും ഇതിനെ വളർത്തുന്നത് വളരെ കുറവാണ്. അതേസമയം തെക്ക് സൈഡ് വീടുകളിലേക്കൊക്കെ പോയാൽ മിക്കവാറും എല്ലാ വീട്ടിലും 10-15 കൂടുകൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ വളരെ ഫെമിലിയറാണ്. അവിടെ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും അത് കൈകാര്യം ചെയ്യും. പക്ഷെ നമ്മുടെ അവിടെ പൊതുവെ ഇതിനെ പേടിയുള്ളത് കൊണ്ട് ഇത് സംഭവം കുത്തും. ഇതിന് മറ്റുള്ള മൃഗങ്ങളുടെ പോലെ നമ്മളോട് പ്രത്യേക സ്നേഹവും ദയൊന്നുമില്ല.
നമ്മളെത്ര ഭക്ഷണം കൊടുക്കുന്ന ആളായാലും എത്ര പരിപാലിക്കുന്ന ആളായാലും വേണ്ടില്ല, അവരെ വേദനിപ്പിച്ചാൽ അവർ കുത്തും. പക്ഷെ അവരെ വേദനിപ്പിക്കാതെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കഴിവ്. അപ്പോൾ ഗൈസ് ഇത് ഈ കാണുമ്പോഴൊക്കെ ഇതിലൊക്കെ അറകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണല്ലോ അതിലും. അപ്പോൾ അവിടെ ഉണ്ട് കുറച്ച്, അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 100 എണ്ണം ഉണ്ട് എന്നാണ് പറഞ്ഞത് നമ്മുടെ സാറ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ വേറെ വേറെ സ്ഥലത്തോളായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഇത്ര നേരം കണ്ടില്ല, ഇപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇനി നിങ്ങൾക്ക് വല്ലടിക്കും നിങ്ങളുടെ വീട്ടിൽ ഈ കൂട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. സാറിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ, എന്താ മനോഹരം. നമ്മുടെ സാറ് റാണി ഈച്ചേനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാറേ നേരത്തെ പണിയുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. റാണീച്ച ഒളിച്ചിരിക്കും. റാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹൈഡ് ചെയ്ത് നിൽക്കും. അതിനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവര് വേലക്കാരി ഈച്ചകൾ അതിന്റെ ചുറ്റും നിൽക്കും. ആ ഹോളുകളും വന്ന് നോക്കും. ബ്ലാങ്കായി നിൽക്കുന്ന ഹോളുകൾ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതിലൊക്കെ മുട്ടയിടും. മുട്ടയിടുന്ന നേരത്തെ അത് നിര തെറ്റിപ്പോവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തോഴിമാർ അത് വീണ്ടും കറക്റ്റ് ലെവലിലാക്കി വെച്ച് കൊടുക്കും. റാണിയുടെ ചുറ്റും ഈ തോഴിമാരുണ്ടായിരിക്കും. റാണിക്ക് റോയൽ ജെല്ലി എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ റാണീനെ തുടച്ചു വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ചുറ്റും തോഴിമാരെ അകമ്പടിയോട് കൂട്ടാണ് റാണി നടക്കുക. റാണീനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ള കുറച്ച് ശ്രമകരമാണെങ്കിലും നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം പറയും. ആ റാണിയുടെ മണം ഉണ്ടെങ്കിൽ വേലക്കാരി ഈച്ചകളും പെണ്ണുങ്ങൾ തന്നെയാണ്, പക്ഷെ അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ബ്ലോക്കായി പോകും ഈ റാണിയുടെ ഫെറമോൺ ഉള്ളതുകൊണ്ട്, ഈ മണം ഉള്ളതുകൊണ്ട്. എന്നും തുറന്ന് പരിപാലിക്കേണ്ട ആവശ്യകതയില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അസ്വസ്ഥമാവുകയുള്ളൂ എന്നും തുറന്നാൽ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് കൂട് തുറക്കേണ്ടത്. ആഴ്ചയിൽ ഒരു ദിവസം തുറന്നു നോക്കുകയും അതിൻ്റെ അടിപ്പലയൊക്കെ വൃത്തിയാക്കുകയും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഫീഡ് കൊടുക്കുകയാണെങ്കിൽ ഫീഡ് കൊടുക്കുക, അത്തരം കാര്യങ്ങൾ മാത്രമേ തേനീച്ചയ്ക്ക് ചെയ്യാവുള്ളൂ. മറ്റുള്ള വർക്കുകൾ മറ്റുള്ള ജീവജാലങ്ങളുടെ പോലെ എന്നും പരിപാലിക്കേണ്ട ആവശ്യകത ഇതിനില്ല. റാണീനെ കണ്ടു എന്ന് സാർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാറിനെ വിളിക്കാം. ഒരു മിനിറ്റ് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് കാണത്തക്ക രീതിയിൽ വന്നിട്ടില്ല. ഇവിടെ ഉണ്ട് റാണി. റാണീനെ കാണാൻ കുറച്ച് പ്രയാസമാണ് ഗൈസ്. ഒരു മിനിറ്റ്. ഇവർ നാച്ചുറലായിട്ട് കൂട് പിരിഞ്ഞു പോകുന്ന സംഭവമുണ്ട്. നമ്മുടെ ഇടപെടലോട് കൂടിയിട്ട് കൂട് പിരിയുന്ന അവസ്ഥയുണ്ട്. ഇതെങ്ങനെ നാച്ചുറലായിട്ട് കൂട് പിരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട് മുഴുവൻ മൊത്തം നിറഞ്ഞ് ഈച്ച ഫുള്ളായിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ കൂടിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കും. ഈ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ അവർക്ക് 32 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നുള്ളത് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവരെന്ത് ചെയ്യും, പുതിയ റാണീനെ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കും. ആ സമയത്താണ് അവർ ആണീച്ചകളെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. ആണീച്ചകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പുതിയ റാണീനെ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കും. റാണീനെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിലവിലുള്ള വേലക്കാരീച്ച വിരിയുന്ന മുട്ട തന്നെയാണ് റാണിക്ക് വേണ്ടിയിട്ടും ഇടുന്നത്. പക്ഷേ ആ മുട്ട വിരിഞ്ഞ് ആ വേലക്കാരീച്ചയുടെ മുട്ട വിരിഞ്ഞ് വരുന്ന പുഴുവിനെ റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ അവരുടെ തലയിൽ നിന്ന് ഊറി വരുന്ന ഒരു പ്രത്യേക ദ്രാവകം കൊടുത്ത് വളർത്തുന്നതോട് കൂടിയിട്ട് ആ പുഴു വളരെ വലുതാവുകയും ഈ സാധാരണ ഈച്ചയേക്കാളും ഒരു 2 ഇരട്ടി വലുപ്പത്തിൽ ആ ഈച്ച വിരിഞ്ഞു വരും. ആ വിരിഞ്ഞു വരുന്നതാണ് റാണിയാവുക. ഒരു സമയം 10-14 റാണികൾ വിരിയാനുള്ള മുട്ടകൾ അവർ സെറ്റ് ചെയ്യും. പക്ഷേ ആദ്യം വിരിയുന്ന റാണി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വിരിയാറായ റാണികളെ മുഴുവൻ കൊല്ലും. ഏതെങ്കിലും ഒരു അവസരത്തിൽ 2 റാണി ഒരുമിച്ച് വിരിയുകയാണെങ്കിൽ ഈ 2 റാണികൾ തമ്മിൽ ഫൈറ്റ് കൂടിയിട്ട് ജയിക്കുന്ന ആൾ ഈ കൂടിൻ്റെ ചാർജ് എടുക്കും. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യും, ആ തൊട്ട് അതിൻ്റെ തലേ ദിവസം ഈ റാണി വിരിയാറാവണതിൻ്റെ തൊട്ട് തലേ ദിവസം പഴയ റാണിയും നിലവിലുള്ള റാണിയും പകുതിയോളം എക്സാക്റ്റ് പകുതി എന്ന് തന്നെ പറയാം, പകുതിയോളം ഈച്ചമീ കൂട്ടുന്നവർ പുറത്തേക്ക് പോയി വേറെ ഏതെങ്കിലും തെങ്ങിൻ്റെ പൊത്തിലോ ഏതെങ്കിലും നാച്ചുറലായിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ് ഇവരുടെ പുതിയ കൂടുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി. ഇത് നാച്ചുറലായിട്ട് ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 6 കൂട്ടിൽ ഫ്രെയിമിൽ നിറച്ച് ഈച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എടുത്ത് പകുതി ഈച്ചകളെയും റാണീനും എടുത്ത് വേറൊരു പെട്ടിയിലാക്കി അകലെ കൊണ്ടുവയ്ക്കും. അപ്പോൾ നിലവിലുള്ള റാണി ഇല്ലാത്ത ആ കൂട്ടിൽ പുതിയ റാണി വരും. അതിൻ്റെ നിശ്ചിത ദിവസത്തിൽ നമ്മൾ അതിൽ ഒരു റാണി മുട്ട മാത്രം നിർത്തിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ പൊട്ടിച്ചാണ്.
അപ്പോൾ ഒരു ഫൈറ്റ് ചെയ്യണ ഒരവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ആ പുതിയ റാണി വരുമ്പോൾ ആ പുതിയ റാണി കൂടിൻ്റെ ചാർജ് ഏറ്റെടുക്കും. അപ്പോൾ നമുക്ക് ഒരു വർഷം നമുക്ക് ആ ഒരു കൂട് രണ്ടാക്കി പിരിക്കാം. അത് കഴിഞ്ഞ് 2 മാസം കൂടി കഴിഞ്ഞാൽ ഈ കൂട് വീണ്ടും ഈ 2 കൂടിനെ 4ആക്കി പിരിക്കാം. അപ്പോൾ ഒരു കൂടിൽ നിന്ന് നമുക്ക് 4 കൂട് വരെ ഒരു വർഷം ആക്കി മാറ്റാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മാത്രം വെച്ചാൽ കൂടുതൽ തേൻ ഉൽപ്പാദനം ഉണ്ടാവില്ല. നമ്മുടെ അവിടെ മാവ്, പുളി അങ്ങനത്തെ മരങ്ങളിൽ മാത്രമേ തേൻ ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം നമ്മൾ ഈ തേൻ്റെ സീസൺ ആകുമ്പോൾ ജനുവരി മുതൽ ഇതിനെ റബ്ബർ എസ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകും. റബ്ബർ എസ്റ്റേറ്റിലാകുമ്പോൾ റബ്ബറിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ ഗ്രന്ഥിയിൽ നിന്ന് ഒരു തേൻ ഗ്രന്ഥി ഉണ്ട്, അതിൽ നിന്ന് ധാരാളം തേൻ വരും. അത് ഇവരും വളരെ പെട്ടെന്ന് കളക്ട് ചെയ്ത് ഇവരുടെ കൂട്ടിൽ വെക്കുമ്പോൾ നമുക്ക് ആഴ്ചയിൽ നമുക്ക് തേൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് കണ്ടമാനം തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. ധാരാളം കൂടുകൾ കൊണ്ടുവയ്ക്കുന്ന ആൾക്കാർ വീടുകളിൽ മാത്രം വെച്ചിട്ട് കാര്യമില്ല. ഇതിനെ മൈഗ്രേറ്റ് ചെയ്യാന്നുള്ള പ്രോസസ്സാണ്. അതിന് ഈച്ചേനെ കൊണ്ടുപോകുന്നതിന് മൈഗ്രേഷൻ എന്നാണ് പറയുക. ആ ഒരു ലെവലിൽ കാര്യങ്ങൾ ചെയ്താലേ കൂടുതൽ കൂട് വളർത്തുന്നവർക്ക് ലാഭകരം ആവുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ സാറ് തേൻ കൃഷിയോടൊപ്പം ജൈവ കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സാറിൻ്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയ വണ്ടൻ നല്ല അടിപൊളി ചെടി നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ 2 സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് അവിടെ ഒന്നുണ്ട്. അതേപോലെ നമ്മുടെ സാറിൻ്റെ വീടിൻ്റെ ഇവിടെ ഏത് സ്ഥലത്ത് നോക്കിയാലും ചെടികളാണ്. അതുകൊണ്ട് സാറിൻ്റെ വീട് കാണാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെ ഓർക്കിഡ് ചെടികളാണ്. ഇവിടെ മൊത്തം അങ്ങനെ ഓർക്കിഡ് ചെടികളുണ്ട്. ഇതൊക്കെ പൂവുണ്ടാവാറായിട്ട് നിൽക്കണ ഇതൊന്നും അത്ര വലുതായില്ല, എന്നാലും ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അത്ര ദിവസത്തിന്. ഇത് പച്ചക്കറികൾ നമ്മൾ വിക്ക് ഇറിഗേഷൻ ടൈപ്പിലാണ് വെച്ചുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെ വെള്ളം ഒഴിക്കേണ്ടി വരുള്ളൂ. എല്ലാ ദിവസവും വന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യകതയില്ല. ഇതിലെ വെള്ളം ഇതിലെ ഒരു തിരിയുണ്ട്. നമ്മുടെ പണ്ടത്തെ ഈ വിളക്കുകളിലൊക്കെ ഇടുന്ന തിരി പോലത്തെ ഒരു തിരി. ആ തിരിയിലൂടെ ഈ വെള്ളം വലിച്ചെടുത്തിട്ട് ഈ ചെടിയുടെ വേരുമിലേക്ക് വരും. അപ്പോൾ ഏത് സമയം അതിൽ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് മാത്രം, ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഉള്ളൂ. നമ്മൾ സാധാരണ നനയ്ക്കുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ളതൊക്കെ കൂടുതൽ വെള്ളം കൊടുക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ആ വെള്ളമൊക്കെ വേസ്റ്റായി പോകും. ഇതിൽ വെള്ളം തീരെ വേസ്റ്റ് ഉണ്ടാവില്ല. ചെടികൾ വളരെ നന്നായി വളരുകയും ചെയ്യും. എന്നും നമുക്ക് നനയ്ക്കേണ്ട ആവശ്യം വരില്ല. ഇതിൽ നമ്മുടെ പണ്ട് വിളക്കിന് ഉപയോഗിച്ചിരുന്ന തിരി പോലത്തെ അതിനെ വിൽക്കുന്ന പറയാം. ആ തിരിയിലൂടെയാണ് ഈ വെള്ളം മുഴുവൻ ഈ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ അത് വലിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം വെള്ളം കൺസംഷൻ വരില്ല. കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് മുളക്, വഴുതന, വെണ്ട, ചീര, അതുപോലെ തക്കാളി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വിക്ക് ഇറിഗേഷനിലൂടെയും തൊട്ടപ്പുറത്ത് ഡ്രിപ്പ് ഇറിഗേഷനാണ്. അത് വെള്ളം തുള്ളി നന എന്ന് പറയും. തുള്ളിയായിട്ട് വെള്ളം വീഴുന്ന ഒരവസ്ഥയാണ്. ഈ ടാങ്കിൽ നിന്ന് വെള്ളം അത് ടാപ്പ് ഓൺ ആക്കുമ്പോൾ തുള്ളിയായിട്ട് ഈ ഗ്രോ ബാഗിലൊക്കെ വീഴും. അങ്ങനെ അതിനെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയും. ഇതിലും വെണ്ട, വഴുതനങ്ങ, മുളക്, അവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ മുളകുകളാണ്. ഇപ്പോൾ അത് പ്രാവശ്യം പുതിയത് നട്ടത് ഈ വസ്തു വെച്ചുള്ളത്. നമ്മുടെ സാറിപ്പോൾ ടാങ്കോട് വിൽക്കുന്ന ചോദിച്ചോ തേൻ കൂടുകൾ വിൽക്കുന്നുണ്ട്, തേൻ വിൽക്കുന്നുണ്ട്. നമ്മൾ തേൻ വിൽക്കുന്നത് കിലോന് 320 രൂപ, അര കിലോ 150 രൂപ, 1/4 കിലോ 110 രൂപ എന്നുള്ള റേറ്റിനാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് ഐറിൻസ് കണി എന്നാണ്. നമ്മൾ മെയിനായിട്ട് വിൽക്കുന്നത് നമ്മുടെ വീട്ടിലും നമുക്കൊരു ഷോപ്പ് ഇവിടെ പാർക്ക് സെൻറ്ററിലുണ്ട് അവിടെയും. പിന്നെ നമ്മുടെ കൃഷിഭവൻ്റെ ഔട്ട്ലെറ്റ് ഐശ്വര്യം മാർക്കറ്റ് എന്ന് പറയുന്നത് പാവർട്ടി സെൻറ്ററിലുണ്ട്. അവിടെയാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. നമുക്ക് തരക്കേടില്ലാത്തൊരു സെയിൽ ഉണ്ട്. പിന്നെ അത് പോരാത്തതിന് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒരു ബാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തേൻമെഴുക് ബാം എന്നാണ് പറയുക. നമ്മൾ ഹണി വാക്സ് എന്ന് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ആ ബാം ഉണ്ടാക്കുന്നത്. നമുക്ക് ചുണ്ട് വരണ്ട് പൊട്ടുന്നതിനും കുറ്റി വില്ല് മൊരിക്കൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ വിൽപ്പനയുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ തേനീച്ച കൂടുകൾ കൊടുക്കുന്നുണ്ട്. അത് ഒരു കൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ 3 ഫ്രെയിമിൽ ഈച്ചിൻ്റെവും റാണീൻ്റെവും കൂടുണ്ടാവും. അതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 1700 രൂപയാണ് ഒരു കൂടിന്. അങ്ങനെ നമ്മൾ കൂടുകളും വിൽപ്പനയ്ക്ക് ഉണ്ട്. ഓൺലൈനായിട്ട് പൊതുവെ നമ്മൾ തേൻ വിൽക്കാറുണ്ട്. ആ സമയം കൂട് ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. തേനീച്ചയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട് വിൽപ്പന നടത്തുമ്പോൾ ഈ കൂട് നമുക്ക് പകൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല.
പകൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഈച്ചകളൊക്കെ പല സ്ഥലത്തേക്ക് പോകും. ആകുമ്പോൾ അവർ ഭയങ്കര വയലൻ്റ് ആവുകയും ചെയ്യും. രാത്രി ഇവർ മുഴുവൻ കൂടിയിരിക്കും. അപ്പോൾ ഈ തേൻ കേടാവാണ്ടിരിക്കാൻ വല്ല സാധനങ്ങൾ ചേർക്കണമുണ്ടോ? അത് എത്ര കാലം നിൽക്കും? തേനിന് പൊതുവെ അതൊക്കെ തേൻ കേടാവാതിരിക്കാൻ നമ്മൾ വേറെ ഒന്നും ഇതിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യകത യഥാർത്ഥത്തിൽ ഇല്ല. തേൻ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. തേൻ എത്ര കാലം വേണമെങ്കിലും യഥാർത്ഥത്തിൽ കേടാവാതെ ഇരിക്കും. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം അല്ല, അതിൻ്റെ നിറം ഇത്തിരി ഡാർക്കായി വരും, അതിൻ്റെ കട്ടി കൂടി വരും. അതുകൊണ്ട് തേന് യാതൊരു ദോഷം സംഭവിക്കുന്നില്ല. നാച്ചുറലായിട്ടുള്ള തേനാണെങ്കിൽ അങ്ങനെ പഴക്കം കൂടുന്തോറും കട്ടി കൂടുകയും വേണം, അതുപോലെ കറുത്ത് ഡാർക്ക് കളറിലേക്ക് പോവുകയും വേണം. അതാണ് നാച്ചുറൽ ഹണി. പിന്നെ തേനിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, തേൻ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നതിനൊരു കാരണമുണ്ട്. തേനിൽ ക്രിസ്റ്റൽ സാധാരണ കണ്ടുവരാറുണ്ട്. അത് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്, ക്രിസ്റ്റൽ കണ്ടു കഴിഞ്ഞാൽ പലരും വിചാരിക്കും അതിൽ പഞ്ചസാര ചേർക്കുന്നതാണോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പഞ്ചസാര ചേർത്തിട്ടുള്ള ക്രിസ്റ്റലല്ല. തേനിൽ നമ്മുടെ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ് ആ ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ശുദ്ധമായ തേനിലും ഈ ഗ്ലൂക്കോസ് വിഘടിച്ച് അതിൻ്റെ ക്രിസ്റ്റൽ പരൽ രൂപത്തിൽ വരും. അത് ഗ്ലൂക്കോസാണ് യഥാർത്ഥത്തിൽ. പക്ഷേ പലരും തെറ്റിദ്ധരിച്ചിട്ട് അത് മായമായ തേനാണെന്ന് വിചാരിക്കുകയും പിന്നീട് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആൾക്കാർ റോഡ് സൈഡിൽ നിന്നൊക്കെ തേൻ ഈച്ചേനൊക്കെ കാണുമ്പോൾ അത് വാങ്ങി വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ആ കൊണ്ടു നടന്ന് വിൽക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും അവരെ തേൻ വാങ്ങാൻ പാടില്ല. നമ്മുടെ മുൻപിൽ വെച്ചിട്ടാണ് അവർ തേനീച്ച കൂടുന്ന തേൻ എടുക്കുക. പക്ഷേ നമുക്ക് വിൽക്കുന്ന തേൻ അവർ മാൻമെയ്ഡ് ഹണിയായിരിക്കും. അത് അവർ വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കി ആ സമയത്ത് അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിരിക്കും. നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ അവർ വലിയ കാട്ടു തേനീച്ചേരെ കൂടുന്നൊക്കെ അവർ എടുത്ത് കാണിച്ചു തരും. ആ തേൻ അവർ നമുക്ക് കയ്യിൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമേ തരുള്ളൂ. പക്ഷേ അവിടെ വിതരണം ചെയ്യുന്ന തേൻ അവർ ഉണ്ടാക്കുന്ന പഞ്ചസാരയും ഫെവിക്കോളും ഒക്കെ ചേർത്ത് ഉള്ള തേനായിരിക്കും അവിടെ വിൽപ്പന നടത്തുക. ഇത് പല സ്ഥലങ്ങളിലും, കേരളത്തിൽ അങ്ങോളം പല സ്ഥലങ്ങളിലും ഇത് പോലീസ് പിടിച്ചിട്ടുണ്ട്, അത് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ആൾക്കാർ കൂടുതലും ഈ കൊണ്ടു നടന്ന് വിൽക്കുന്ന ആദിവാസികളുടെ തേനല്ലെങ്കിൽ വാങ്ങുന്നു. ഷുഗർ പേഷ്യൻസിന് ഈ തേൻ കഴിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഷുഗർ പേഷ്യൻസിന് നമുക്ക് തേൻ ഒറിജിനായിട്ടുള്ള തേനാണെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ പരിമിതമായ അളവിൽ മാത്രമേ അവരത് കഴിക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല, അവർ കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവരുടെ ലാബിൽ ചെക്ക് ചെയ്ത് അവർക്ക് അത് ഷുഗറിൻ്റെ പാർട്ട് കൂടി വരുന്നുണ്ടോ എന്നുള്ള അവർ ചെക്ക് ചെയ്ത് വിലയിരുത്തേണ്ടതാണ്. എന്താ കാരണം വെച്ചാൽ ചില പേഷ്യൻസിന് വളരെ ചെറിയ അളവിൽ തേൻ കഴിച്ചാൽ വരെ ഷുഗർ പേഷ്യൻസ് വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർക്കുള്ള ഷുഗറിൻ്റെ കണ്ടൻറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരാഴ്ച കഴിച്ച് കഴിഞ്ഞാൽ ലാബിൽ ചെക്ക് ചെയ്ത് അത് കൂടുന്നുണ്ടോയെന്ന് അവസ്ഥ നോക്കാം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേൻ കഴിക്കുന്ന ഷുഗർ പേഷ്യൻസ് അവർ മറ്റുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള അരി ഭക്ഷണം, കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ള മധുരങ്ങൾ അതൊക്കെ വളരെയധികം കുറയ്ക്കണം. എന്നിരുന്നു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ തേൻ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഷുഗറിൻ്റെ ലെവൽ കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. തേൻ കഴിക്കുകയും ഒപ്പം മറ്റുള്ള മധുരങ്ങളും എല്ലാം മറ്റുള്ള കാർബോഹൈഡ്രേറ്റും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഷുഗർ ലെവൽ കയറി നിൽക്കും. അതുകൊണ്ട് അവർ ആ ഷുഗർ പേഷ്യൻസ് ആ ഒരു കാര്യം ചെക്ക് ചെയ്തുകൊണ്ട് മാത്രം വളരെ പരിമിതമായ തോതിൽ തേൻ കഴിക്കുക. മറ്റുള്ള ആൾക്കാർക്ക് ആർക്കും തേൻ കഴിക്കുന്ന യാതൊരു വ്യത്യാസം വേണ്ട, ധൈര്യമായിട്ട് കഴിക്കാം. സാറ് ഈ തേൻ കൊറിയറായിട്ട് അവരുടെ അയച്ചു കൊടുക്കണമല്ലോ? നമുക്ക് അങ്ങനെ കോളുകൾ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പ്രൊഫഷണൽ കൊറിയർ അങ്ങനെ മറ്റുള്ള കൊറിയറിലൊക്കെ തേൻ അയക്കാനുള്ള സംവിധാനമുണ്ട്. പണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ അവർ കൊറിയറുകാർ സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ തേനൊക്കെ എല്ലാ കൊറിയറുകാരും സ്വീകരിക്കുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം. അതിനായിട്ടുള്ള രൂപ നമ്മൾ ഗൂഗിൾ പേ വഴിയോ മറ്റേതെങ്കിലും ഇപ്പോൾ ഫോൺ പേ വഴി ഏതിനേലും അടയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് തേന എത്തിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ സാറിൻ്റെ തേനാണ് തരുന്നത്. നമുക്ക് സാറ് തന്ന ഒരു കുപ്പി തേനാണിത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് സാറിനെ വിളിച്ചാൽ സാറ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ സാറിൻ്റെ ഇത്ര നേരത്തെ കുറച്ച് നമ്മുടെ തേനൊക്കെ പറ്റി പറയലൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറിനെ വിളിക്കാവുന്നതാണ്. സാറിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് പെൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ കയറി വിളിക്കുക. അങ്ങനെയൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സാറിനെ വിളിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.